വയനാട് അമരക്കുനിക്ക് സമീപം വീണ്ടും കടുവയെത്തി എന്നതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വിവരം. അമരക്കുനിക്കും ദേവർഗദയ്ക്കും സമീപം കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രദേശത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും ഒരു 1.5 കിലോമീറ്റർ മാറി കണ്ടിരിക്കുകയാണ്. കൂട് സ്ഥാപിച്ച സ്ഥലം അതിൽ നിന്നും ഈ 1.5 കിലോമീറ്റർ ദൂരെയാണോ ഇപ്പോൾ കണ്ടിട്ടുള്ളത്? ഏത് തരത്തിലാണ് വനം വകുപ്പിന്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മോത്തി, 4ാമത്തെ കൂടാണ് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 3 കൂടുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ പ്രദേശത്ത് നിന്നും 1.5 കിലോമീറ്റർ മാറി ദേവർഗദയിൽ സമീപം നെടുങ്കാലയിൽ വീട്ടിലാണ് ആടിനെ പിടികൂടിയിട്ടുള്ളത്. ഈ വീട്ടുടമസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര മണിക്കാണ് എന്ത് സംഭവിച്ചത്? 12 വിളിച്ചത്. 12 വിളിച്ച് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആടിനെ കൊണ്ടിങ്ങോട്ട് ചാടി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എത്തി കടുവനെ കണ്ടു. അപ്പം എന്നിട്ട് അതിൻ്റെ പുറകെ അത് അങ്ങനെ മാറി വിടുമ്പോൾ ഞാൻ അവിടെ ചാടി കഴിഞ്ഞു. അതിൻ്റെ പുറകെ വടിയും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. ആ പെണ്ണുങ്ങളുടെ പുറകെ വന്നു. ഞാൻ കയ്യെ പിടിച്ചിങ്ങോ വലിച്ച് പോകരുന്നു. കടുവ ഇതിനെ പിടിച്ചാലോ? ചേച്ചി കണ്ടോ? ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചാടി ഇറങ്ങി വന്നേ ആടിനെ കൊണ്ടുപോയെന്നും പറഞ്ഞു. ഞങ്ങൾ ഇച്ചിരി പുറത്തിറങ്ങി അകത്ത് കയറി ഇച്ചിരി വെള്ളം ചൂടാക്കി കുടിച്ചിട്ട് ഊന്നൊരൊച്ച കേൾക്കാം. ഞാൻ പറഞ്ഞു കടുവയാന്ന് പറഞ്ഞു. അന്ന് നോക്കുമ്പോൾ അതിലെ കൂടെ കടുവ വന്ന് പിടിച്ച് വലിച്ചോണ്ട് ഓടുക. കൂട്ടിന്റെ അകത്തുനിന്ന് വലിച്ചോണ്ട് വലിച്ചോണ്ട് പോയി. എന്നാലും ഈ ചേട്ടനും പുറകെ പോകും. എൻ്റെ ആടേന്നും പറഞ്ഞിട്ട് ചേട്ടനും പോവുക പുറകെ. എന്നാലും ഞാൻ ചേട്ടൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടി വന്നു. പിന്നെ അടുത്തുള്ള രൂനിയൊക്കെ ഞാൻ വിളിച്ചു. അവരും കേട്ടു ഒച്ച. കമൽ ആണ് വിശദാംശങ്ങൾ നൽകുന്നത്. അമരക്കുനിയിലെ കടുവയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് കമൽ പങ്കുവച്ചത്. എങ്ങനെയാണ് ഈ കടുവയെ കണ്ടതെന്നും ആ 2 പേർ കടുവയെ കണ്ടതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ, പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട്. കൊച്ചുകുട്ടികളെ പോലും പുറത്തിറങ്ങാൻ അനുവദിക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഈ സമയത്ത് ചെയ്യാനാവുക. കാരണം എവിടെയാണ് ഈ കടുവ ഉള്ളത്, ഒളിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കടുവ കൂട്ടിലാകുന്നത് വരെ പ്രദേശത്ത് ഈ ഭീതി തുടരുമെന്ന കാര്യത്തിലും സംശയമില്ല. അവിടുത്തെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. നമ്മുടെ അമരക്കുനി ഭാഗത്ത് കണ്ടിരുന്ന കടുവ ഇന്നലെ രാത്രി ദേവർഗദ ഭാഗത്ത് വന്ന് ഇവിടെ ഒരു വീട്ടിൽ നിന്നും ഒരു ആടിനെ പിടികൂടുകയും അതിനെ തുടർന്ന് നമ്മൾ ഈ ഭാഗത്ത് കൗട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിലുള്ളതിനാൽ ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇപ്പോൾ ജനങ്ങളാകെ വലിയ ആശങ്കയിലാണുള്ളത്. അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അത് അടിയന്തരമായി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കൂടുതൽ കയറാത്തതിനുണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് പിടിക്കാനുള്ള ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.